കേൾക്കുമ്പോൾ അറിയാൻ നമുക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചും നല്ല വ്യക്തതയൊക്കെയുള്ള ആളാണ്. അപ്പോൾ അവർ പറയണത് ഞാൻ മുഴുവൻ റിലേ ചെയ്തത് ഞാൻ ആശ്രയിച്ചിരുന്നത് എൻ്റെ കഴിവിലാണ്. അപ്പോൾ എൻ്റെ കഴിവാണ് സത്യം. ഞാൻ മര്യാദക്ക് വർക്ക് ചെയ്താൽ എനിക്ക് കയറി പോകാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ആ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ മര്യാദക്ക് വർക്ക് ചെയ്താൽ എനിക്ക് കയറി ജയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ഈ ധാരണയാണ് എല്ലാവർക്കും തന്നെ ഉള്ളത്. പക്ഷേ എന്നാ പറ്റി, ഫോറസ്റ്റ് ബീസിലും തോറ്റു, പിന്നെ പോലീസിലും തോറ്റു. അപ്പോൾ അവൾ മനസ്സിലാക്കി, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ ധാരണ പെശകിയല്ലോ, എൻ്റെ മെറിറ്റ് വർക്കൗട്ട് ചെയ്തില്ലല്ലോ, ഇനി ഗ്രേസ് അല്ല വർക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയുന്ന പോലെ ഉടമ്പടി എടുത്തിട്ട് ഇനി അടുത്ത നടപടി എടുക്കാമെന്ന് പറയും. അങ്ങനെ അശ്വതി വന്ന് ഫയർഫോഴ്സിൻ്റെ പരീക്ഷ ക്ലിയർ ചെയ്തു. പക്ഷേ ഇനി ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്, അതിനു വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ടെസ്റ്റ് എന്ന് പറയണത്, ഫയർഫോഴ്സിൻ്റെ ടെസ്റ്റ് ഇത്തിരി കട്ടിയാണ്. അപ്പോൾ പറയണത് ഉടമ്പടി എടുത്തതിന് ശേഷം അശ്വതി ചെയ്തിരിക്കണത് എല്ലാ കാര്യങ്ങളും ഉടമ്പടിയുടെ മുറ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ടെസ്റ്റ് വന്നപ്പോഴേ 2 പ്രാവശ്യം ടെസ്റ്റ് മാറി. ഒരു പ്രാവശ്യം ഉരുൾപൊട്ടൽ കൊണ്ട് മാറി. ടെസ്റ്റ് ഉണ്ടായിരുന്നതാണ്, അത് മാറ്റിവെച്ച്. പിന്നെ അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഇത് ക്യാൻസലായി പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പിന്നത്തെ ടെസ്റ്റ് വന്നപ്പോൾ അത് മഴ പെയ്ത്ത് കൊണ്ട് മാറ്റിവെച്ച്. പിന്നെ ഇനിയും ടെസ്റ്റ് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ടെസ്റ്റ് വന്നപ്പോൾ ഒരു ടെസ്റ്റ് എന്താ, നീന്തലാണ് ടെസ്റ്റ്. എന്താണ് നീന്തേണ്ടത്? 50 അടി വെള്ളം. അപ്പം കൃപാസനത്തിൻ്റെ ഇതൊരു 20 അടി 25 അടി ഇതിൻ്റെ പൊക്കമുള്ളു. ഇതിൻ്റെ ഇരട്ടി പൊക്കമുള്ള വെള്ളമാണ്, ആഴമാണ്. 50 അടി വെള്ളം, 50 അടി മീറ്റർ നീന്തണം. അപ്പോൾ 50 അടി ആഴത്തിലുള്ള വെള്ളത്തിൽ 50 മീറ്റർ നീന്തണം. അപ്പോൾ 50 മീറ്റർ നീന്തുമ്പോൾ അശ്വതി ഭയങ്കര പേടി. ഇപ്പോൾ അവൾക്ക് അത് നീന്തി അത്ര വലിയ പരിചയമൊന്നുമില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടെസ്റ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നീന്തൽ. അപ്പോൾ ഈ 50 അടി നല്ല ആഴമല്ലേ, അപ്പോൾ എങ്ങനെ മുങ്ങിപ്പോയാൽ ചത്തത് തന്നെ, താഴെയല്ലേ പൊങ്ങത്തുള്ളൂ, പിന്നെ കിട്ടത്തില്ലല്ലോ ആളാ, 50 അടിയില്ലേ. അപ്പോൾ നല്ല നീന്തൽക്കാരെ മാത്രമേ അവരെടുക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ നീന്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യമായിട്ടൊക്കെ നീന്തി കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ അപ്പോൾ അവൾക്കൊരു പേടിയുണ്ട്. അവളവിടെ മെൻറ്ററിനെ വിളിച്ച് അവളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച ഒരാളാണ് അവൾ മെൻറ്റർ എന്ന് പറയുന്ന ആൾ. മെൻറ്ററെ ചോദിച്ചു, ചേച്ചി ഞാൻ ഈ 50 അടി വെള്ളത്തിൽ നീന്തുമ്പോഴേ ഞാനെങ്ങാനും മുങ്ങിപ്പോയ ചത്തുപോകുമായിരിക്കും അല്ലേ? അവളുടെ ആശങ്ക ഇതാണ്. അപ്പോൾ ഈ മെൻറ്റർ വെടിക്കെട്ട് സംഭവമാണ്. മെൻറ്റർ നീ എന്തിനെ പഠിക്കണത്? ഈ വെള്ളത്തിന് നിൻ്റെ കൂടെ ഉള്ളൊരു കടലാണ്, നീ ഓർക്കണം. നിൻ്റെ കൂടെ ഉള്ളൊരു കടലാണ്. നീ ഇറവെള്ളത്തിൽ